കോഴിക്കോട് നാദാപുരം പോലീസ് രജിസ്റ്റർ ചെയ്ത ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്ന കേസ് വ്യാജമെന്ന് കേസിലെ പ്രതി. പോലീസ് സ്റ്റേഷനിലെ സിസിടിവി ദൃശ്യങ്ങൾ സഹിതം പുറത്തുവിട്ടാണ് പോലീസിനെ ആക്രമിച്ചുവെന്ന കേസ് വ്യാജമാണെന്ന് പ്രതിവാദിക്കുന്നത്. ആക്രമിക്കപ്പെട്ടുവെന്ന് എഫ്ഐആറിൽ പറയുന്ന സമയത്ത് സിഐ ഉൾപ്പെടെ സ്റ്റേഷനിലിരിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവിട്ടത്. മറ്റൊരു കേസിൽ അറസ്റ്റ് ചെയ്യാനെത്തിയപ്പോൾ പോലീസിനെ ആക്രമിച്ചുവെന്നാണ് കേസ്. അദ്ദേഹം യൂണിഫോം ഇല്ലാത്ത രണ്ട് പോലീസുകാരെയും കൂട്ടി വന്നിട്ട് നമ്മളെ ഒരു വിലാപയാത്ര പോകുന്ന ഇതിലേക്ക് ഇരച്ച് കയറിയിട്ട് എന്നെ പിടിക്കാൻ ശ്രമിച്ചതാണ്. വിലാപയാത്രയിലുള്ള ആൾക്കാർ അത് ചോദ്യം ചെയ്തപ്പോൾ അവരാരാന്നൊന്നും പറഞ്ഞിരുന്നില്ല. ഒരു ഗുണ്ടകളാന്നുള്ള നിലക്ക് നമ്മൾ അവിടെ നിന്ന് മാറി, അത്രയേ ഉണ്ടായിട്ടുള്ളൂ. പിന്നീട് ഈ വന്നത് നാദാപുരത്ത് SI ആണെന്നും രണ്ട് പോലീസുകാർ വയനാട്ടിലുള്ള പോലീസുകാരാണെന്നും നമുക്ക് മനസ്സിലായിട്ടുണ്ട്. നാദാപുരം സ്റ്റേഷനിലെ CCTV ദൃശ്യം കിട്ടിയപ്പോൾ ഈ നമ്മളെ പേരിൽ ഇതിനൊരു കേസെടുത്തിട്ടുണ്ടായിരുന്നു. 163/24 നാദാപുരം പോലീസ് സ്റ്റേഷനിൽ പോലീസിനെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയതായിട്ട്. അതിൽ വയനാട്ടിലെ CI സാറ് 12:30 മണിക്ക് ഈ റാലീൻ്റെ അടുത്ത് വന്നിട്ട് പിടിക്കുന്ന സമയത്ത് ഞാൻ അവരെ മർദ്ദിച്ചു എന്നാണ് അവരെ കേസ്. പക്ഷേങ്കിൽ അദ്ദേഹം ആ 12:30 മണിക്ക് നാദാപുരം പോലീസ് സ്റ്റേഷനിൽ SI റൂമിൽ ഉറങ്ങായിരുന്നു. അവരെ കൂടെ വന്നതെന്ന് പറയുന്ന 7 പേരും അതും നാദാപുരം സ്റ്റേഷനിൽ തന്നെ ആ സമയത്ത് കോമ്പൗണ്ടിൽ തന്നെ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഇതിൽ വ്യക്തിപരമായിട്ട് നാദാപുരം SIക്കുള്ള വിരോധം കൊണ്ടാണ് അയാൾ ഇങ്ങനെ ഒരു കേസ് ഗൂഢാലോചന നടത്തിയിട്ട് എൻ്റെ പേരിൽ ചാർത്തിയത്. VS രഞ്ജിത്തുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. VS രഞ്ജിത്ത്, എന്താണ് ഈ സംഭവം, എന്നാണ് ഉണ്ടായത്? ശ്രുതി, നാദാപുരം സ്വദേശിയായിട്ടുള്ള സുബൈർ എന്ന് പറയുന്ന വ്യക്തിക്കെതിരെയാണ് ഒരു കേസ് നാദാപുരം പോലീസ് രജിസ്റ്റർ ചെയ്യുന്നത്. അത് ഔദ്യോഗിക കൃത്യം തടസ്സപ്പെടുത്തി എന്നുള്ളതാണ് ആ കേസ്. ആ കേസിൽ പറയുന്നത് ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി ഈ കേസിലെ പ്രതിയെ പിടിക്കാൻ വേണ്ടി പോലീസുകാർ പോവുകയും ആ സമയത്ത് ഈ പ്രതിയും പ്രതിയുടെ ഒരു ബന്ധുവും ചേർന്ന് പോലീസിനെ ആക്രമിച്ചു എന്നുള്ളതാണ്. അപ്പോൾ 12 മണിക്കും 12:30ക്കും ഒക്കെ ഇടയിൽ ആണ് ഈ സംഭവം നടന്നു, ആക്രമിക്കപ്പെട്ടു എന്നുള്ളത് ഈ ഒരു കേസ് വരുന്നു. അപ്പോൾ ഈ കേസ് വ്യാജമാണ് എന്ന് തെളിയിക്കാനായിരുന്നു പ്രതിയുടെ ശ്രമം. അതിൽ പ്രതി ചെയ്തത് ഈ സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ വിവരാവകാശ നിയമപ്രകാരം വാങ്ങുകയായിരുന്നു. അങ്ങനെ സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ വിവരാവകാശ നിയമപ്രകാരം വാങ്ങിയപ്പോൾ 12 മണി മുതൽ 12:30 വരെ അല്ലെങ്കിൽ 1 മണി വരെയൊക്കെ സമയത്ത് ആ CCTV ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമായി കാണാൻ സാധിക്കും. ഈ വയനാട് ഉള്ള കൽപ്പറ്റയിലെ CIയും അതുപോലെ നാദാപുരത്ത് ഉണ്ട് എന്ന് പറയപ്പെടുന്ന SIയും മറ്റ് പോലീസുകാരും ഒക്കെ തന്നെ സ്റ്റേഷനകത്താണ് അവരിയ്ക്കുന്നത്. അവിടെ CI സ്റ്റേഷനകത്തിരുന്ന് ഉറങ്ങുന്നൊരു ദൃശ്യമുണ്ട്. അതുപോലെ തന്നെ സ്റ്റേഷന് പുറത്ത് റിസപ്ഷനിലെ CCTVയിൽ ഇവരെല്ലാവരും കൂട്ടം കൂടി നിൽക്കുന്ന ദൃശ്യങ്ങളുണ്ട്. അതെല്ലാം കൃത്യമായ സമയം രേഖപ്പെടുത്തിയാണ് ഇപ്പോൾ പ്രതി പുറത്തുവിടുന്നത്. അപ്പോൾ പ്രതിയുടെ വാദം എന്ന് പറയുന്നത് ഈ കേസ് വ്യാജമായി കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണ്. പോലീസിന് നേരെ ഒരു ആക്രമണവും ഉണ്ടായിട്ടില്ല. ഒരു ആക്രമണവും ഉണ്ടാവാതെ തന്നെ ഇദ്ദേഹത്തിനെതിരെ ഒരു കേസ് കെട്ടിച്ചമച്ചുണ്ടാക്കുകയാണ് എന്നുള്ളതാണ്. വ്യക്തമാണ്. VS രഞ്ജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്.